അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരായ ADGP MR അജിത് കുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതിയുടെ നടപടിയെന്നാണ് വാദം. അജിത് കുമാറിനെതിരായ അഴിമതി ആരോപണം വിജിലൻസിലെ കീഴുദ്യോഗസ്ഥർ അന്വേഷിച്ചത് തെറ്റാണെന്ന് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തനിക്ക് അനുകൂലമായി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരെയാണ് ADGP MR അജിത് കുമാറിന്റെ ഹർജി. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടിയെന്നായിരുന്നു വാദം. ഒരു MLA മാധ്യമങ്ങളിലൂടെ നടത്തിയ പൊതു ആരോപണങ്ങൾ മാത്രമാണ് പരാതിയായി കോടതിയിൽ എത്തിയത്. പരാതിക്ക് വിശ്വാസയോഗ്യമായ മറ്റ് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അജിത് കുമാർ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. അജിത് കുമാറിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. PV അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ വിജിലൻസ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി. പക്ഷേ വിജിലൻസ് റിപ്പോർട്ട് കീഴ്ക്കോടതി റദ്ദാക്കുകയായിരുന്നു. അജിത് കുമാർ വസ്തു വാങ്ങാനായി ഉപയോഗിച്ച പണം എവിടെ നിന്ന് വന്നുവെന്നും വരുമാനവും സ്വത്തും ആനുപാതികമാണോ എന്നും വിജിലൻസ് പരിശോധിച്ചില്ല. വിജിലൻസ് മാനുവൽ അനുസരിച്ചായിരുന്നില്ല അന്വേഷണമെന്നുമായിരുന്നു കീഴ്ക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ വിജിലൻസ് കോടതി നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി വാദത്തിനിടെ കണ്ടെത്തി. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. കൂടാതെ വിജിലൻസിലെ കീഴുദ്യോഗസ്ഥൻ അജിത് കുമാറിനെതിരായ അന്വേഷണം നടത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കവടിയാറിലെ ആഡംബര വീടടക്കം അനധികൃതമായി സമ്പാദിച്ചെന്നാണ് അജിത് കുമാറിനെതിരായ ആരോപണം. ജനം, കൊച്ചി.